ബിന്നി നൂബിൻ കുൽസിതം കണ്ടുപിടിക്കാൻ നമ്മുടെ നെവിൻ, അനീഷ് ഷാനവാസ് കുടുംബങ്ങൾ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ പറയുമ്പോൾ പറഞ്ഞ പേരുകൾ ഏതൊക്കെ? അതുപോലെ തന്നെ അതിവിദഗ്ധമായ രീതിയിൽ ഇന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു നോമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ ഇതിൽ വന്നു? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് അനീഷിന്റെ ഫാമിലി വന്നു, ഷാനവാസിന്റെ ഫാമിലി വന്നു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ഷാനവാസ് മോളെ കെട്ടിപ്പിടിക്കുന്നു. അനീഷ് അങ്ങ് ആകെ എക്സൈറ്റ്മെന്റ് ആയെന്നുള്ള. ഇതുവരെ വലിയ ധൈര്യശാലി പറഞ്ഞപ്പോ അമ്മയുടെയൊക്കെ മുന്നില് എന്തോ അടിയറവ് വെച്ചു പുള്ളി കാണിച്ച ധൈര്യമൊക്കെ പോയെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് നൂബിൻ വന്നതാണ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. നൂബിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്നിയാണ് അടുത്ത ക്യാപ്റ്റനും. ഇന്ന് ആര്യന് കിട്ടേണ്ട സ്ഥാനം എന്തോ ഈ നൂബിൻ വരുന്ന ദിവസം തന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യം, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു. എന്തായാലും ശരി, നൂബിൻ വന്നു കഴിഞ്ഞപ്പോൾ അവര് സ്വാഭാവിക കപ്പിളാണല്ലോ, അവരൊരു ബെഡിൽ കിടക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നെവിന്റെ കണ്ണുകൾ അങ്ങനെ ഇതിലേക്ക് പോകുന്നു. അങ്ങനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അനുമോള് നിൽക്കുന്നു എന്ന് വേണ്ട. കുൽസിതം കണ്ടുപിടിക്കാൻ നെവിൻ എന്തൊരു താല്പര്യം. അപ്പൊ അനുമോള് തലേണയൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നു. അവരവിടെ കിടന്നോട്ടെ, 56 ദിവസം കഴിഞ്ഞവരല്ലേ, അവരെന്തെങ്കിലും അവിടെ കിടന്ന് വർത്താനം പറയുകയോ ചെയ്യുവോ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ വിടത്, നിങ്ങൾ ടാസ്കുകളെ ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് കുൽസിതം കണ്ടുപിടിക്കണം. എന്തായാലും ശരി, പിന്നെ ആരിന്റെ അടുത്തും പിന്നെ ഒക്കെ പറയുന്നു ഇപ്പുറത്തോട്ട് വന്ന് കിടന്നു, ഇവിടുന്ന് വേണ്ട നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ശരി, അനുമോളൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണോ അനുമോക്ക് ഇന്ന് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയ ഒരു ദിവസമാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഈ വന്ന അനീഷ് ഷാനവാസ് ഫാമിലിയൊക്കെ ഈ അനുമോളെയൊക്കെ പൊക്കി പറയുന്നൊക്കെയാണ് അനുമോള് കരുതിയത്. അനുമോള് VIP ആന്നൊക്കെ ഉള്ള സ്വയധാരണയിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എല്ലാം അപ്പാടെ മാറി. ഒന്നാമത് ബിഗ് ബോസ് ഇന്ന് ഫാമിലിക്ക് കൊടുത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഷാനവാസും അനീഷും നിങ്ങളുടെ ആൾക്കാരാണ്, ഇതാണല്ലോ ഹസ്ബൻഡ് അല്ലെങ്കിൽ മോനാണ്. അപ്പം നിങ്ങൾ ഇവരുടെ പേരല്ലാതെ മറ്റുള്ള ഇഷ്ടപ്പെട്ടവരുടെ പേര് പറയാൻ പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പറയുന്നുണ്ട്. ഉടൻ തന്നെ ഷാനവാസിന്റെ ഫാമിലി എഴുന്നേറ്റിട്ട് അനീഷിന്റെ പേര് പറയുന്നു, ഷാനവാസിന്റെ ഭാര്യ. അപ്പൊ ഒരു വലിയ അതങ്ങനെയാണ് ഈ ഒരു അനീഷ് ഒരു ഷാനവാസ് ബോണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഇപ്പൊ ഒരു കോംബോ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതൊരു വലിയ ഒരു അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, അങ്ങനെ വരുത്തുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് അനീഷിന്റെ ഫാമിലി ബ്രദർ എഴുന്നേറ്റിട്ട് പറയുന്നു അനീഷ് ഷാനവാസ് കോംബോ നല്ലതാണ്, പക്ഷേ പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് എന്തോ ഒന്ന് അടിച്ചമർത്തിയ മാതിരി തോന്നി. പക്ഷെ എനിക്കിഷ്ടം ആര്യനെ എന്ന് പറയുന്നു. അപ്പൊ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇതാണ്, ഇതിനകത്തും പറ്റിയ കാര്യങ്ങളൊന്നുമില്ല, പോയിന്റുകളും മറ്റൊന്നും ഉള്ളതല്ലോ, ടാസ്ക് ഒന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അനുമോടെ പേര് ആരും പറയുന്നില്ല, എങ്ങ് സ്പർശിക്കുന്നില്ല. അപ്പൊ എല്ലാരും വിചാരിച്ചു ഇപ്പൊ കയറി വരുമ്പോ അനുമോളെ ഇവരെല്ലാം അങ്ങ് ട്രീറ്റ് ചെയ്യുന്നത്. അനുമോളെ ആരും മൈൻഡ് ചെയ്തില്ല. ഈ നോമിനേഷന് വന്നതും ഒക്കെയാന്ന് തോന്നുന്നു. അനുമോൾ ആ പോടല്ലേ ഇഞ്ചി ഇന്ന് കുരങ്ങനെ കൂട്ടവാടി ഇരിപ്പുണ്ട്. എന്തായാലും ശരി, അതിനിടയ്ക്ക് നോമിനേഷന്റെ കാര്യം നോക്കാം നമുക്ക്. നോമിനേഷനിൽ വന്നേക്കുന്ന സാബുമാന് 2 ഏറ്റവും കുറവ് പോയിന്റ്. അവന് മിടുക്കൻ, എന്തായാലും ലക്കുണ്ട് അവന്. ഇപ്പൊ ലോട്ടറി എടുത്താൽ അടിക്കും. കാര്യം 2 പേര് ഈ പുറം ലോകം കംപ്ലീറ്റ് കിടന്ന് പറഞ്ഞ സാബുമാനെ പുറത്താക്കണം എന്ന് പറയുമ്പോ അവന് ആകെ 2 വോട്ടേ കിട്ടിയുള്ളേ. 3 വോട്ട് കിട്ടിയവര് കേട്ടോണം, അനുമോള്, ജിസേല്, നെവിന്, ആദില, ഇവർക്കൊക്കെ നൂറ, ഇവർക്കെല്ലാം 3 വോട്ടുകളാണ് കിട്ടിയേക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടു. നിങ്ങൾ ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ 5 വോട്ടുകളാണ് ലക്ഷ്മിക്ക് കിട്ടിയത്. ലക്ഷ്മി എന്തൊക്കെയോ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ എങ്ങും കഴിഞ്ഞ ആദ്യം വന്ന ആ ഒരു ആഴ്ചകളെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ടാസ്കിൽ ഒന്നും വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല. അപ്പൊ തന്നെ നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ച അടുത്ത ആഴ്ച സാബുമാനൊക്കെ പോകുമെന്ന്. പക്ഷെ സാബുമാനെ ഇപ്പോഴും വിടത്തില്ല. ഈ ആഴ്ച ഇനിയിപ്പോ വരുമ്പോ ലക്ഷ്മിയെ വിടുവോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ വയ്യ. വോട്ടിങ്ങിന്റെ ഇത് വെച്ചിട്ട് എങ്ങനെ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസിന്റെ താല്പര്യവും കൂടെ ആണല്ലോ അതൊക്കെ. നമുക്കതൊന്നും എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ശരി, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാര്യങ്ങള്. ആര്യന്റെ
പിന്നെ ഇത് പോയതാണ് ഏറ്റവും വലിയ ഇന്നത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് എന്തോ നൂലഴയ്ക്ക് നെല്ലടയ്ക്ക് പോയെന്നൊക്കെ പറയത്തില്ലേ, അത് പോയി. എന്തായാലും ശരി, ആര്യന്, അക്ബർ, ഷാനവാസ്, അനീഷ് 4 പേര് നോമിനേഷനിൽ ഇല്ല. ഭയങ്കര ഒരു സംഭവമാണ്. എല്ലാം ഇതിലും പിന്നെ ഷാനവാസിന്റെയും അനീഷിന്റെ ഒക്കെ പേര്, ഷാനവാസ് ഒക്കെ എങ്ങനെങ്കിലും 1ഉം 2ഉം ഒക്കെ വരുന്നോ, അനീഷിന്റെ പേര് ഇപ്രാവശ്യം ഇല്ല. അപ്പൊ എന്ന് ചുരുക്കി പറഞ്ഞ ഈ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന ബിഗ് ബോസിലെ ചില കാഴ്ചകളാണ് ഇന്ന് കണ്ടത്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.